ഹായ്, വെൽക്കം ബാക്ക് അഗെയിൻ. സഹലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ അബുദാബിയിലെ ചന്തയിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്സ് വളരെ കമ്മിയാണ്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഇവിടെ തന്നെ തൊട്ടടുത്തൊരു റെസിഡൻസി ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് സാധനം വാങ്ങാൻ വരല് കേട്ടോ. എന്താ, ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളിതാ പർച്ചേസ് ചെയ്ത് വരുന്നു. ഇന്നെന്താ അറിയില്ല, ഇന്ന് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇന്ന് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് എല്ലായിടത്തും വണ്ടികളാട്ടോ. ഇന്ന് ഇവിടെ കുടിക്കാനായിട്ട് ചെറിയൊരു പൈപ്പും തന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മോഡല് അത് വരുമ്പോൾ കാണിച്ചു തരാം. അത് വേറൊരു ഡിസൈനാണ്. അപ്പോൾ അവിടെ സോണ്, പി സോണ്, ഇതൊരു യമനിയുടെ ഷോപ്പാട്ടോ. അപ്പോൾ മൂപ്പര കയ്യിൽ അത്തറുണ്ട്, സ്പ്രേ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, മറ്റേ ഇതുണ്ട്, എന്താ ബുഹൂർ, അയാളെന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ നോക്കി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇത് കാലയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കച്ചവടം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ മതി. പിന്നെ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട്. ഒരുപാട് ആൾക്കാർ വാങ്ങണമുണ്ട് കേട്ടോ. പക്ഷെ എന്താ അറിയോ, കുറച്ച് കാലേ നിൽക്കുള്ളൂ. വില കമ്മിയാണ്, അപ്പോൾ കുറച്ച് കാലേ നിൽക്കുള്ളൂ. ആ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ലേഡീസിന് പറ്റിയ വളയും മാലയും വാച്ചും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. ഇതിൻ്റെ കോമഡി അതൊന്നുമല്ല. ഈ ഒരു ബെൽറ്റിന് മൂപ്പര് 20 റുപ്യ പറഞ്ഞു. ഞാൻ 10 റുപ്യ എന്നും പറഞ്ഞു. ആയിക്കോട്ടെ 10 റുപ്യക്ക് എടുത്തു പറഞ്ഞു. അപ്പോൾ വില വേഷം കൈവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിക, സാധനം എടുക്കുക, പോവുക. നാട്ടിലൊക്കെ പോണവർ പ്രത്യേകിച്ച്. कितना ब्रदर? वेरी गुड. कितना? 85. 85. ഓക്കെ, നല്ല സാധനം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, വില കമ്മിയാണ്. നോക്കിയാൽ ഒരുപാട് നാട്ടിലേക്ക് പോകുന്നവർക്ക് മുതലാവും. വില പേശി സാധനങ്ങൾ എടുക്കുക ഇവിടുന്ന്. ചെരുപ്പായിക്കോട്ടെ എല്ലാം. പിന്നെ നോക്കിയാൽ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ മറ്റേ എന്താ പറയുക, SP മാലുണ്ട്, വാച്ചുണ്ട്. എല്ലാ സാധനങ്ങളും നമുക്ക് വില പേശിയിട്ട് വാങ്ങിയെടുക്കുക കേട്ടോ. ഇതെന്താ മനസ്സിലായോ? ഇതാണ് അറാക്ക്. നൈസല്ലേ? ഇപ്പോഴും ഇത് വെച്ചിട്ട് പല്ല് വയ്ക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതും പാകിസ്ഥാനി, പിന്നെ അറബികൾ. വന്നൊരു ഇഷ്ടമായത് ഇതാട്ടോ, ഈ ഒരു സൈക്കിൾ നോക്കിയേ, കാണുമ്പോൾ തന്നെ രസമാണ്. ഫ്രണ്ടൊക്കെ പൊക്കിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ആ കാറുണ്ടല്ലോ, ആ കാർ ഇങ്ങനെ കറങ്ങണമെന്ന്. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, കുട്ടികളെ ഇവിടുന്ന് പോരില്ല. എല്ലാ സാധനവും ഉണ്ട് കണ്ടോ. കാറ് ഇറങ്ങി നോക്കാം, ഭയങ്കര രസമല്ലേ. വേറെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് പറ്റിയ മാത്രമാണ്. അപ്പോൾ ഒരുപാട് ഷോപ്പുകൾ വേറെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്നെന്താ അറിയില്ല, ഇന്ന് അകത്ത് കമ്മിയാണ്. അപ്പോൾ അപ്പുറത്താണ് ആൾക്കാരുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് കേട്ടോ. ഇവിടെ ഇതിൽ പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഈ ഒരു സെക്ഷനിൽ ഇത് C ആണ്. അപ്പോൾ ഈ സെക്ഷനിൽ പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ നാട്ടിലത്തെ തക്കാളിയല്ല കേട്ടോ. ഇത് വേറെ ഏതോ രാജ്യത്തെ തക്കാളിയാണ്. പിന്നെ പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാലേ, ഇപ്പം ഇങ്ങനെ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ
റെൻ്റ് ഉണ്ട്, ഇവർക്ക് റെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ശനി ഞായറും വെള്ളി ശനി ഞായർ ഈ ഒരു ദിവസങ്ങളിലാണ് കച്ചവടങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് റെൻ്റ് മാസം ഒരു ദിവസം 100, 150, 200 റെൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അവർക്ക് ആ ഒരു റെൻ്റ് കൊടുക്കണം. പിന്നെ അതാ പെണ്ണുങ്ങൾക്ക് പറ്റിയ പർദ്ദയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ഇതൊക്കെ യൂസ് ചെയ്താണ് ഇവിടുത്തെ അറബികൾ യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, പാത്രങ്ങളുണ്ട്, പല ഐറ്റംസ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ നമ്മൾ മറ്റേ അയൺ ബോക്സ് ഉണ്ട്, ടോർച്ച് ഉണ്ട്, പല സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഷൂ ഉണ്ട്, ഷൂ പറയാൻ വിട്ടുപോയതാണ്. ഷൂ ഒക്കെ യൂസ് ചെയ്ത ഷൂകളാണ് കേട്ടോ. അപ്പോൾ വാങ്ങാനും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ യൂസ് ചെയ്ത സാധനങ്ങൾ വാങ്ങാനും ആൾക്കാരുണ്ട്. ഇതൊക്കെ നോക്കിയേ. പിന്നെന്താ ഒരു രസം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ നാട്ടിലെ ചന്ത പോലെയല്ല, മാർക്കറ്റ് പോലെയല്ല. ഇവിടെ ഒരു സൈഡിൽ മലയാളിയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനിയാണ്, അതിൻ്റെ അപ്പുറത്ത് ഉഗാണ്ടക്കാരനാണ്, അല്ലെങ്കിൽ ഈജിപ്ഷ്യക്കാരനാണ്, അറബിയാണ്. ബർത്തൻ യൂസർ ഇതാ കണ്ടില്ലേ, ഫുള്ള് യൂസർ സാധനങ്ങളാണ്. എന്താ അല്ലേ. ഇത് ഈ ഏരിയയിൽ മാത്രമല്ല കേട്ടോ, ഇത് വേറെയും ഒരുപാട് ഏരിയകളിൽ ഇതുപോലെ കച്ചവടം നടത്തുന്നുണ്ട്. സെയിം സംഭവം തന്നെ. ഈ ഒരു മാർക്കറ്റിനൊരു പേരും കൂടി ഉണ്ട്, ബംഗാളി ബസാർ എന്ന് പറയാം. പിന്നെ ഇതും യൂസ് ചെയ്ത സാധനം തന്നെ. കുട്ടികൾക്ക് മറ്റേ കുട്ടികളെ കൊണ്ടുപോകുന്ന ട്രോളി, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. പിന്നെ ആണുങ്ങളുടെ ഡ്രസ്സ്, ട്രാക്ക് സൂട്ട് പാൻറ്റ്, ട്രൗസർ എല്ലാം യൂസ് ചെയ്ത. പിന്നെ നോക്കിയേ, ഇത് മാക്സി ഉണ്ടോ, ഇത് നമ്മുടെ നാട്ടിലൊന്നും യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇത് ഈജിപ്ഷ്യൻ, അറബീസ് അങ്ങനെയുള്ളവരെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ മറ്റേ ഇത് ജഗ്ഗുണ്ട്, ലൈറ്റുണ്ട്, കറണ്ട് അടുപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ വില കുറഞ്ഞ് കിട്ടണമെന്നില്ല ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമോ ഏറ്റവും ബെറ്റർ. നല്ല ലോ പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട്. പിന്നെ അതാ നമ്മളെ മാമുണ്ടോ, ഇത് ലൈവാട്ടോ, ലൈവ് ചോളകപ്പൊരി. നിസ്കരിക്കണമൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട്. അപ്പുറത്തും നിസ്കാരമൊക്കെ ഉണ്ട്. ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് പർച്ചേസ് ചെയ്തിട്ടോ, കാസിയോൻ്റെ വാച്ച്.